ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന അതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ മീനച്ചാറിന് വേണ്ടി മാർക്കറ്റിലൊക്കെ പോയില്ലേ, അതിൻ്റെ മീനൊക്കെ ഞാനാണ് ക്ലീൻ ചെയ്തത്. കാരണം അവരുടെ കയ്യിൽ കൊടുത്താൽ ശരിയാവത്തില്ല. അവർ നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കിങ്ങനെ ചെറുത് വാങ്ങിച്ചിട്ട് തന്നെ എനിക്ക് നഷ്ടമാണ്. അല്ലാതെ അവരുടെ കൊടുക്കുകയാണെങ്കിൽ അവർ മാംസമൊക്കെ ഒത്തിരി മുള്ളിനോട് ചേർത്തൊക്കെ കണ്ടിരിക്കും. അല്ലെങ്കിലും നമുക്ക് പരിചയമുള്ള ഒരു മിനിറ്റ് മീൻ വെട്ടുന്ന ആൾക്കാരില്ലായിരുന്നു. ഇത് എല്ലാവരും ഈ മീനിൻ്റെ സ്കിന്നെടുത്ത് കളയത്തില്ല. സാധാരണ എല്ലാവരും സ്കിന്നോടുകൂടി പീസാക്കിയാണ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ടുകൂടൊക്കെയാണ് പിന്നെ അവിടെ ചെയ്യാഞ്ഞത്. അപ്പം പിന്നെ എന്താ പറയുന്നത്, ജയ വെറൈറ്റി വ്ളോഗ്സ് കഴിഞ്ഞ ദിവസം ബിജീസ് കിച്ചനെ പറ്റി വീഡിയോയിൽ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് ചിരിക്കുമായിരുന്നു സന്തോഷം കൊണ്ട്. ഒരു യൂട്യൂബ് ചാനലിൽ ബിജീസ് കിച്ചൻ ചാനലിനെ പറ്റി ആദ്യമായിട്ടാണ് പറയുന്നത്. അപ്പം എന്നോട് ചിലർ എൻ്റെ വീഡിയോയിൽ വന്ന് കമൻറ്റ് ഇട്ടിട്ട് പറയും, എൻ്റെ മുഖം എന്താണെന്ന് ഇരിക്കുന്നത്, ഇന്ന് എനിക്ക് ഇത്തിരി സുഖമില്ലാതെ ഇത്തിരി കിടപ്പായിരുന്നു. കിടപ്പെന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ എനിക്ക് അന്ന് ആ വീഡിയോയിൽ മീൻ വെട്ടിയത് തന്നെ ഒരു 1-2 മണിക്കൂർ എടുത്ത്. അങ്ങനെ നിന്ന് എൻ്റെ ടെയിൽ ബോണിന് നല്ല വേദനയായി. അപ്പം ഇന്നിച്ചിരി കിടപ്പാൻ, അതുകൊണ്ട് അതിൻ്റെ കൂടെ ഇച്ചിരി ചുമയും തുടങ്ങിയിട്ടുണ്ട്. ഉറുത്തിയുള്ള ഒരു ചുമ, അതുകൊണ്ടൊക്കെ ഇത്ര മോഹം വല്ലാതിരിക്കുന്നത്. അപ്പോൾ അപ്പോൾ എന്നോട് ഇങ്ങനെ ചിലർ കമൻറ്റ് പറയും, ചേച്ചി എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമായെന്നൊക്കെ. അപ്പോൾ എനിക്കിപ്പം എൻ്റെ കാര്യം അവസ്ഥ വന്നുകൊണ്ടേ എനിക്ക് മനസ്സിലായി. ജയച്ചിയുടെ ചാനൽ കാണാൻ ഒത്തിരി നല്ല ചിരിച്ചിരിക്കും നമ്മൾ. അതുപോലെ ജോമാസ്, പിന്നെ വേറെ ആളും ഇപ്പം വന്നിട്ടുണ്ട്, ശ്രീദേവി എന്ന് പറഞ്ഞ ചാനൽ. ഫുള്ള് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. പിന്നെ ഈ ജയേച്ചിയുടെ സിസ്റ്ററിൻ്റെ ഒരു ചാനലാണ്. കാരണം നമ്മുടെ ചാനലിൽ വന്ന് അതുകൊണ്ട് എനിക്കിപ്പോൾ സമയം കിട്ടുമ്പോൾ ഞാൻ കാണും കേട്ടോ. എനിക്ക് ഇത്തിരി സമയക്കുറവൊക്കെ ഇത്തിരി ഉണ്ട്. കാരണം അന്നേരം ഗീതേച്ചി എന്നോട് പറഞ്ഞ്, ബിജി വേറൊരു ചാനലുണ്ട് ബിജി, അതിൽ പോയി കാണണേ, ഇങ്ങോട്ട് വരും, വന്ന് ബിജിയുടെയും ചാനൽ കാണുന്നു. പക്ഷേ ഞാൻ ഗീതേച്ചി പറഞ്ഞതനുസരിച്ച് ആ പുള്ളിക്കാരുടെ ചാനലിൽ പോയി കമൻറ്റ് ഇട്ടു, സബ്സ്ക്രൈബ് ചെയ്തു, ലൈക്ക് ചെയ്തു. അപ്പം താങ്ക് യു എന്നും പറഞ്ഞ് റിപ്ലൈ വന്നു. പക്ഷേ നമ്മുടെ വീഡിയോ ഒന്നും കാണാൻ വന്നിട്ടില്ല കേട്ടോ. അതുപോലെ എൻ്റെ സബ്സ്ക്രൈബ് ഉണ്ട്, ID വേറെ ആണെങ്കിലും പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, ബിജി ഇതുപോലെ ഞാൻ ഈ കാണുന്ന ജയ വെറൈറ്റീസ്, അനിദാസ്, പിന്നെ വേറെ എന്തോ സുപ്രിയ, അത് ഞാൻ കണ്ടിട്ടില്ല. അതെ, പിന്നെ ഷാലു കിച്ചൻ, വീട്ടുകാര്യങ്ങൾ ബൈ സ്വപ്ന, ശരിയാ. പക്ഷേ ഞാൻ ഈ 1-2 ചാനലുകളിൽ പോയി കമൻറ്റ് ഇട്ട് ഇപ്പോഴൊന്നും അല്ല. കാരണം ചില ടൈറ്റിൽ കാണുമ്പോൾ നമുക്ക് ഓരോന്നൊക്കെ കാണുമ്പം 2 ചാനലിൽ ഈ എൻ്റെ ഈ സബ്സ്ക്രൈബർ പറഞ്ഞ വിജി അനിൽ, ആ പുള്ളിക്കാരി പറഞ്ഞതും പ്രകാരം ഞാൻ പോയി അന്ന് കുറേ നാളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വർഷം, ചിലത് 5-6 മാസം അക്കനെയൊക്കെ ഉള്ള. അപ്പം കമൻറ്റ് ഇട്ടു. ഇപ്പോൾ ഇവർ റിപ്ലൈ തന്നു. പക്ഷെ നമ്മുടെ ചാനലൊന്നും വന്ന് നോക്കാനോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ഒന്നും അവർ ചെയ്തിട്ടില്ല. പിന്നെ ഞാനുള്ളതൊന്ന് പറയുക, പിന്നെ ഞാൻ എന്തിനാ പോയി അവിടെ കാണുന്നത്. അപ്പോൾ എന്നെ ഇപ്പം ഈ ചാനലുകളെന്ന് പറയുന്നത് ഇപ്പം തുടങ്ങിയ ചാനലുകളാണ്. അവരും സാധാ മനുഷ്യർ തന്നെ. പക്ഷെ അവർക്കൊക്കെ വ്യൂസൊക്കെ കൂടുതലുണ്ട്, അവർക്ക് സമയമില്ലെന്നൊക്കെയാണ് പറയുന്നത്, എൻ്റെ കൂട്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ അങ്ങോട്ട് പോകുന്നത്, പിന്നെ ഞാൻ കാണാറില്ല. അപ്പോൾ ഈ എൻ്റെ ചാനലിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാൻ എപ്പോഴാണെങ്കിലും സമയം എടുത്ത് പോയി കാണും. കാരണം ഒരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണം. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ബിജി മോശമല്ലല്ലോ, അതല്ല, നമ്മളൊരാളെ ചെന്ന് വിളിച്ചിട്ട് പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലേ. അവരൊന്ന് നോക്കിയിട്ട് അവർ ചിന്തിക്കണം, അയ്യോ എൻ്റെ ചാനലിൽ വന്നൊന്ന് ചെയ്തല്ലേ, ഞാനോടൊന്ന് പോയി അവർക്കൊന്ന് ഒരു സപ്പോർട്ട്, അന്നേരം നമുക്കൊരു സന്തോഷമല്ലേ, അതല്ലേ ഉള്ള കാര്യം. പോൾമോൻ ഇപ്പം സമയം എത്ര ആയെന്നറിയാമോ? ഒരു 9:30 ആകാറായിട്ട് പോൾമോൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സബ്സ്ക്രൈബർ ചെന്ന് ഏത് ചാനലിൽ ചെന്ന് കമൻറ്റ് ഇട്ടാലും അവർ റിപ്ലൈ കൊടുക്കും. പിന്നെ അവർക്ക് അവരുടെ ചാനലിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഒരു ചാനലുള്ള ഒരാളുടെ ഇതിൽ പോയി നോക്കിയിട്ട് ഇങ്ങോട്ട്
റിപ്ലൈ തന്നു. എന്നാലും നമ്മുടെ ഇതിൽ വന്ന് നോക്കിയില്ലെങ്കിൽ പിന്നെ നമുക്കൊരു പിന്നെയും പിന്നെയും വലിഞ്ഞു കയറി ചെല്ലുന്ന എനിക്കൊരു നാണക്കേട് പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പോയി കാണാത്തത്. അപ്പോൾ ഗീതേച്ചി പറഞ്ഞ ചാനലും പുള്ളിക്കാരിക്ക് ഞാൻ പോയി ഉടനെ ഞാൻ പോയി ചെയ്തു. പക്ഷേ പുള്ളിക്കാരി വന്നതുവരെയും ഇത് കണ്ടിട്ടില്ല നമ്മുടെ ചാനലും കുഞ്ഞു ചാനലാണ്. പക്ഷേ എനിക്ക് സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും വ്യൂസ് എനിക്കും കുറവാണ്. പക്ഷേ ഈ പറയുന്നവർക്കൊക്കെ സബ്സ്ക്രൈബർ കുറവാണ്. നമ്മുടെ ജോമാസൊക്കെ ആണെങ്കിൽ എത്ര വർഷം കൊണ്ട് പുള്ളിക്കാരി ആണെങ്കിലും ആ വീഡിയോയിൽ ഏത് വീഡിയോയിലും മറ്റുള്ളവരെ പറ്റി പറയവേ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഈ ജോമാസ് വേൾഡ്. പാവത്തിനും വ്യൂസ് തീരെ കുറവാണ്. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയറൊക്കെ ചെയ്തേക്കണം കേട്ടോ. ഈ പാവം പിടിച്ച ബിജീസ് കിച്ചനും ഒന്ന് മുന്നോട്ട് പോട്ടെ കേട്ടോ. നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെ എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും വിജയം. എൻ്റെ എന്നല്ല, എല്ലാവരുടെയും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കയ്യിലാണ്. അതുപോലെ സബ്സ്ക്രൈബേഴ്സ് ഈ ഷെയർ ചെയ്യുന്നതും പിന്നെ കമൻ്റ് ഇടുന്നതും ലൈക്ക് ചെയ്യുന്നതൊക്കെ അനുസരിച്ചാണ് ഈ യൂട്യൂബേഴ്സ് നോട്ടിഫിക്കേഷൻ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന ആഡ് ഏത് ആടാന്ന് വെച്ചാൽ അതനുസരിച്ചാണ് നമുക്ക് പൈസയും കിട്ടുന്നത്. ഓക്കെ, ഇപ്പോഴാണ് ഓർത്തത്, ഇന്നലെ ഞാൻ ഉണക്കക്കൊഞ്ചിൻ്റെ കാര്യം ചോദിച്ചില്ലേ, കുറേ പേര് മെസ്സേജ് ഇട്ട് ഇങ്ങനെ വിൽക്കാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരാളിതിലിട്ട്, സത്യം പറഞ്ഞാൽ ഞാനത് മനസ്സിൽ ചിന്തിച്ചത് വറുത്തിട്ട് അങ്ങ് ഈ തലയൊക്കെ കളയണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ അതും അർച്ചന എന്ന് പറയുന്ന ഒരു ആൾ കമൻ്റ് ഇട്ടുണ്ടേ പറഞ്ഞ് അത് വറുത്തിട്ട് അതിൻ്റെ തലയും വാലൊക്കെ ഞെട്ടിക്കളയണമെന്ന്. ചെയ്ത് നോക്കണം ഇനി. എനിക്കതിൽ ചെയ്യാനായിട്ട് താല്പര്യം തോന്നിയത് തോരൻ വെക്കാമെന്ന് പറഞ്ഞ് അതൊന്ന് ചെയ്ത് നോക്കണമെന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന്. പിന്നെ എൻ്റെ ഐഡിയയിൽ ഉള്ള രീതിയിൽ ഒന്ന് ചെയ്യണമെന്നുണ്ട്. ചെയ്തു. ഇവിടെ ഞാൻ ഇതുവരെയും വാങ്ങിച്ചിട്ട് നാട്ടിലൊക്കെ ഉള്ള സമയത്ത് കൊഞ്ച് ചമ്മന്തി കൂട്ടിയിട്ടുണ്ട്, അതേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് ഇതുങ്ങൾ കഴിക്കുമെന്നും എനിക്കറിയത്തില്ല. ഇപ്പോഴല്ലേ റയിച്ച പച്ചക്കൊഞ്ചയിലും കഴിക്കാൻ തുടങ്ങിയത്. ഒന്ന് നോക്കണമെന്ന്. ഒത്തിരി താങ്ക്സേ പറഞ്ഞു തന്നവർക്കെല്ലാം. രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കുക്കർ പാസ്ത ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇത്. ഇവിടെ ഈ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടങ്ങ് ഇന്നങ്ങ് അതുണ്ടാക്കാമെന്ന് വെച്ച് അങ്ങനെ കുക്കർ വെച്ച് ഞാൻ ഇന്ന് വെജിറ്റബിൾസ് ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ഞാൻ സവാള മാത്രമേ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളൂ. ക്യാരറ്റ്, ബീൻസ് അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് സവാളയൊന്ന് വാടി വന്നപ്പോഴത്തേക്കിന് ഞാൻ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വെച്ചിട്ട് വേണം മല്ലിപ്പൊടി, മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ക്വാണ്ടിറ്റി ഇതിപ്പോൾ ഞാൻ 1/2 കിലോയുടെ പാസ്തയുടെ അളവായി പറഞ്ഞേ. അതിനൊക്കെ കുറവാണെങ്കിൽ അതിനൊക്കെ കുറച്ച് പൊടികൾ ചേർക്കാമേ. അപ്പോൾ ഒരു പ്രാവശ്യം ജെനിഫർ പറഞ്ഞ ചേച്ചി അളവുകൾ പറയണേന്ന്, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു കേട്ടോ. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോതണം വരെ ആ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് ഞാൻ ആ പാസ്ത ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയേ. എന്നിട്ട് ഇപ്പോൾ ഈ പാസ്ത നമ്മൾ 1/2 കിലോ ആണേലും ഒരു ബൗളിൽ അളന്നെടുക്കണേ. അതനുസരിച്ചാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. എത്രയും പാസ്ത ഉണ്ടോ അത്രയും വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ കഴുകുമ്പം അതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി വെള്ളം കാണുമല്ലോ എത്ര അതിൽ ഒഴിക്കുമ്പോൾ. അപ്പോൾ അതനുസരിച്ച് ഒരു 1-2 ടേബിൾ സ്പൂൺ കുറച്ചേ ഒഴിക്കാവേ. അപ്പോൾ ഈ പാസ്തയുടെ മുകളിൽ ഇങ്ങനെ പരാപരം നിൽക്കും വെള്ളം. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ, എൻ്റെ കുക്കറിൽ ഒരു വിസിൽ വന്നിട്ട് പ്രഷർ ഉടനെ തുറന്നു വിടണം. അല്ലെങ്കിൽ മൊത്തം പ്രഷർ പോകാനായിട്ടിരുന്നാൽ അത് പായസം പോലാവും. അതുകൊണ്ട് ഞാൻ ഇപ്പം നിങ്ങളുടെ കുക്കറിൻ്റെ ഓരോരുത്തരുടെയും എങ്ങനെ അതിൻ്റെ അകത്ത് സാധനങ്ങൾ വേവുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലേ, അതനുസരിച്ച് ചെയ്യണം. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ട് ഞാൻ മൊത്തം പ്രഷർ തുറന്നു, എന്നിട്ട് പ്രഷർ തുറന്ന് വിട്ടിട്ട് അതുപോലെ അടച്ച് തന്നെ വെച്ചേക്കുക, ഉടനെ തുറന്നില്ല. പിന്നെ ഇപ്പം ഞാനത് തുറന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് കുറച്ച് ടൊമാറ്റോ സോസും മയോണൈസും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. ചൂടോടെ കഴിക്കാൻ നല്ല അടിപൊളി, ഒന്നേലെന്തേ തൊടാതിരിക്കും, കട്ടയും കൂടത്തില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത അംഗം വെട്ട് ഞാൻ തുടങ്ങുവാണ്. ഇത് തുടങ്ങി ഒരു 2 മണിക്കൂറോളം നിന്നു എൻ്റെ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പാസ്തയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ചോറിച്ചിരി ഇരിപ്പുണ്ട്. അല്ലാതെ കുക്കിങ്ങായിട്ടൊന്നും ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഞാൻ പറഞ്ഞ മീനച്ചാർ എനിക്ക് അർജൻറ്റ് വേണമായിരുന്നു. അപ്പോൾ വലിയ മീൻ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്നാൽ ചെറിയ മീൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ 4 എണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അവിടെ ഞാൻ വെട്ടാൻ കൊടുത്തില്ല. അപ്പോൾ അവരുടെ കൊടുത്താലേ അവർ
ശരിക്ക് വെട്ടത്തില്ല, മുള്ളൊക്കെ. അതുകൊണ്ട് വേസ്റ്റായി പോകും. അതുകൊണ്ട് ഞാൻ എന്തോ അതിൽ ഇന്ന് വെട്ടാമെന്നും പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഞാൻ ആദ്യം ചിന്തിച്ച് 2 എണ്ണം ഇന്ന് വെട്ടാം, എങ്ങനെ നോക്കട്ടെന്ന്. അങ്ങനെ രാവിലെ ഞാൻ ഈ പരിപാടിയിൽ അങ്ങ് ഇരുന്നു. ഇരിക്കുമല്ലായിരുന്നു, നിന്ന് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ 1 വർഷം മുമ്പിട്ടൊന്ന് പുറം തിരിഞ്ഞ് പുറകിടിച്ച് വീണ് അതിൽ പിന്നെ എൻ്റെ ഈ ടെയിൽ ബോണിന് പ്രോബ്ലമാണ്. എനിക്ക് കുറേ നേരം നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ പ്രശ്നമാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി അത് ഒരാൾ ചോദിച്ചപ്പം കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള അത്രയ്ക്ക് അർജൻറ്റാണ്, അവർക്ക് ഗൾഫിൽ കൊണ്ടുപോകാനായിരുന്നു. അപ്പം ഞാനങ്ങനെ ചെയ്തതാണ്. ഇത്രയും വേറെ 1-2 പേരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ എത്രയും കിട്ടുന്നോ അതനുസരിച്ച് കൊടുക്കാമെന്ന് വെച്ച്. കാരണം നല്ല മീൻ ഇത്രയും ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. അല്ലെങ്കിൽ ഞാൻ 2-3 എണ്ണം കൂടെ വാങ്ങിച്ചു തന്നെയായിരുന്നു. അപ്പം പരിചയമുള്ള, ഞാൻ പറഞ്ഞില്ലേ അവിടെ ഞാൻ അവിടെ കൊടുത്തില്ല വെട്ടാൻ, അവർ നന്നായി വെട്ടത്തുമില്ല, നമുക്കിങ്ങനെ വാങ്ങിക്കുവാണെങ്കിൽ നഷ്ടമാണെന്നൊക്കെ പറഞ്ഞില്ലേ. അതുകൊണ്ട് പിന്നെ പരിചയമുള്ള ആരും ഇല്ലായിരുന്നു താനും. എല്ലാവരും ഒന്നും സ്കിൻ കളഞ്ഞു തരത്തില്ല, ഞാൻ പറഞ്ഞതുപോലെ. അങ്ങനെ ഇപ്പം ഞാൻ ഇതിൻ്റെ തലയൊക്കെ അങ്ങ് വെട്ടി മാറ്റി, പിന്നെ ഈ മുള്ളും തലയൊക്കെ ഒരു കറിയായിട്ട് എടുക്കാമെന്നും പറഞ്ഞ്, ബാക്കി ഇതിൽ നല്ലതായിട്ടുള്ള കുറച്ച് കറുപ്പ് വശമൊക്കെ വരും, അതൊക്കെ ഞാൻ എടുത്തങ്ങ് കളയും. അങ്ങനെ ഞാനിതിങ്ങനെ സ്കിൻ കളഞ്ഞെടുക്കുന്നത്. പിന്നെ ആദ്യം ഞാൻ ഇങ്ങനെ കൈ വെള്ളത്തിൽ മുക്കി, നമ്മുടെ കൈ ഒന്ന് തെന്നുമല്ലേ ഈ സ്കിൻ വലിക്കുമ്പോൾ. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് വിരൽ അങ്ങോട്ട് ഇട്ട്, ഉപ്പ് വിരലല്ല, കല്ലുപ്പല്ല, നമ്മുടെ ഈ പൊടി ഉപ്പ് അങ്ങോട്ട് ഇട്ടിട്ട് കയ്യിലിങ്ങനെ തൊടുമ്പോൾ അതങ്ങ് ആ വഴുവഴുപ്പങ്ങ് മാറും. അങ്ങനെയൊക്കെ മീൻ 4 എണ്ണവും ഞാൻ ഇന്നങ്ങ് വെട്ടി. അപ്പോൾ ഈ മീനെല്ലാം വെട്ടി വന്നപ്പോഴത്തേക്കിന് ഒരു പരുവായി. അപ്പം ഞാൻ പറയുന്നു, ഉച്ചയ്ക്ക് ഇവർക്കെല്ലാം ചപ്പാത്തി ഉണ്ടായിരുന്നു, ചപ്പാത്തി കൂട്ടി കൊടുത്തു. ഞാനും വരുന്നതിന് മുമ്പിട്ട് ഞാൻ എൻ്റെ പരിപാടികളെല്ലാം ചെയ്ത്, ഞാനെല്ലാം അടുക്കളയിൽ നിന്ന് മാറണ്ടേ. നമ്മളിപ്പം അത് വെട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ അവൾ വന്ന് നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ രാവിലെ അങ്ങ് പരിപാടി തുടങ്ങി. ഈ മീൻ വെട്ടാനായിട്ട് ഞാൻ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഇന്നലെ രാഗിച്ചുകൊണ്ട് വന്നതാണ്. ഈ പിച്ചാത്തികളും 2 പിച്ചാത്തിയും ഒരു മീൻ വെട്ടുന്ന ഒരു സൈസ് കത്തിയും കൂടെ. അപ്പോൾ അതുകൊണ്ട് വാത്തല ഉള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്ന് മുറിച്ചെടുക്കാമായിരുന്നു. അപ്പോൾ ഇവിടെ ഈ പിള്ളേരൊന്നും, ഞാൻ എന്നിട്ട് വെട്ടിയിട്ടും മുള്ളിൻ്റെ അകത്തൊക്കെ നല്ല മാംസമുണ്ട്. കാരണം പോൾമോന് ഞാൻ അത് കൊടുത്തിട്ട് അവൻ അതിൽ നിന്ന് മാംസം ശരിക്കും എടുക്കാൻ തിന്നാനായിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ തല ഇഷ്ടമാകുന്നില്ല, തല ഇവിടെ ആരും കഴിക്കത്തില്ലല്ലേ. അപ്പം 2 അവരൊക്കെ തല വെട്ടുന്ന ഇതുപോലല്ല, അവർ ആ തലയുടെ അവിടെയൊക്കെ വെട്ടി ഇങ്ങനെ പീസാക്കും. ഞാനിവിടെ മുഴുവൻ എൻ്റെ ചെകിള കളഞ്ഞിട്ട് ഇത്രയുള്ള മീനാണെങ്കിൽ, വലിയ മീനാണെങ്കിൽ പീസാക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇടും. അതെല്ലാം മീനെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എല്ലാം ഭയങ്കര സ്മെല്ലല്ലേ, എല്ലാം നന്നായി സോപ്പൊക്കെ ഇട്ട് കഴുകി. ഇത് ഞാൻ ഈ വേസ്റ്റ് ഇടുന്ന പാത്രം, അത് കണ്ട ഒരു സൈഡ് ഇത്തിരി ഉരുകിയിരിക്കുന്നത്, നല്ല ഇതായിരുന്നു, കണ്ടെയ്നറായിരുന്നു. ഇതും ഒരു ബ്ലൂം ഞാൻ ഈ ഗ്യാസിൻ്റെ അടുത്ത് വെച്ചിട്ട് അങ്ങനെ ഉരുകിയതാണ്. പിന്നെ അത് ഞാനതെന്നാൽ വേസ്റ്റൊക്കെ ഇടാനായിട്ട്, നമ്മൾക്ക് വെജിറ്റബിളൊക്കെ അരിയുമ്പോഴേ വേസ്റ്റ് ഇടാമെന്നും പറഞ്ഞെടുത്തു. പിന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാനൊരു സാമ്പ്രാണിത്തിരി കത്തിച്ച് വെക്കും, നല്ല മണത്തിന്. എന്നിട്ട് ഇച്ചിരി കംഫോർട്ട് ഒഴിക്കും ഇവിടെ, അപ്പം നല്ലൊരു മണം ഉണ്ടല്ലേ. ചിലപ്പം കാപ്പിപ്പൊടി കലക്കി ഒഴിക്കും, കാപ്പി ഉണ്ടാക്കി ഒഴിക്കും, അങ്ങനെ പല ഇതിലൊഴിക്കും ചെയ്യും. പിന്നെ എല്ലാം മീനെല്ലാം വെട്ടിക്കഴിഞ്ഞ് ഞാൻ ചിന്തിച്ച്, എന്തുവാന്നേലും മുള്ളും തലയെല്ലാം ഞാൻ ക്ലീൻ ആക്കിയല്ല. പിന്നെ അത് കുറച്ച് കഴുകി എടുത്തിട്ടൊരു കറി വയ്ക്കാമെന്ന് വെച്ച്, അങ്ങനെ ചട്ടി വെച്ച്. ഇപ്പം സമയം ഒരു 3:30. മീൻ വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അനു വന്നു, അവൾ 2 മണിയാണ് വന്ന്, അവൾ വന്നെല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് പോയി. പിന്നെ ഞാൻ മീൻ വെക്കാനായിട്ട് വന്നത്. ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഒരു 3 മണി ആകാറായിട്ടുണ്ട് ഇപ്പം. എന്നിട്ട് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് വഴറ്റി, പിന്നെ കാശ്മീരി മുളക് പൊടി മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ. അതൊരു 4-5 ടേബിൾ സ്പൂൺ എടുത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചിങ്ങനെ കലക്കിയിട്ട്, മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നല്ലേ, ഇങ്ങനെ അതിൻ്റെ മുളകിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴറ്റിയിട്ട്, പിന്നെ പുളിവെള്ളവും ഞാൻ അവിടെ പുളി കൂത്ത് വെച്ചിട്ടുണ്ട്, പുളിവെള്ളം ഒഴിക്കും, ഉപ്പും ആവശ്യത്തിനുള്ള ഇട്ട്, വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉലുവാപ്പൊടിയൊക്കെ ഇട്ടിട്ട് അരപ്പ് തിളയ്ക്കുന്ന ഉടനെ നമ്മൾ ഇത് പറക്കിയിട്ട് കൊടുക്കും. പക്ഷേ ഞാൻ ഈ വാങ്ങിച്ചുകൊണ്ട് വന്ന മീൻ നല്ല ഫ്രഷ് മീനായിരുന്നു. കാരണം നമുക്ക് മീൻ കഴിക്കുമ്പോൾ അറിയാമല്ലേ, മീൻ അല്ലെങ്കിലേ തിളയ്ക്കുമ്പോഴേ അറിയാം നല്ല മീനാണോ പന്ന മീനാണോ. കണ്ടപ്പോഴേ എനിക്കറിയാം നല്ല. അതുകൊണ്ടാണ് ഞാൻ ബാക്കി ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ മീൻ, പക്ഷെ അതൊന്നും നല്ലതല്ലായിരുന്നു. ഇരുന്നിരുന്ന് ചതഞ്ഞാണോ എന്തോന്നറിയത്തില്ല. വലുതായിട്ടുള്ളതും ഇതേ ഉള്ളായിരുന്നു, ഫ്രഷും ഇതേ ഉള്ളായിരുന്നു.
അപ്പം വന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ഞാൻ പക്ഷേ ഇനി അച്ചാർ ഇടുന്നില്ല. കാരണം ഇത്രയും നിന്ന് ഊപ്പാടായി. നാളെ അച്ചാർ ഇടാമെന്ന് വെച്ച് എല്ലാം ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒക്കെ ഇന്ന് ഇതിപ്പോൾ ഉടനെ ഞാൻ ഇനിയിപ്പം അതിനിരിക്കത്തില്ല, കുറച്ച് കഴിഞ്ഞേ ഇരിക്കത്തുള്ളൂ. ഇത്തിരി ഒന്ന് നടുവൊക്കെ ഒന്ന് നൂത്തിട്ടേ. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല, പക്ഷേ ഒന്ന് കിടക്കും, അല്ലെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ അന്നൊക്കെ ഓർത്തോ ഡോക്ടർ പറഞ്ഞത് എത്രയോ റെസ്റ്റ് എടുക്കാമോ റെസ്റ്റ് എടുക്കണമെന്ന്, ഇതിനതേ ഉള്ളൂ മരുന്നെന്ന്. അപ്പം അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 തല ഇതിലിടുന്നുണ്ട്. ബാക്കി മുള്ളിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ മാംസമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അതെല്ലാം ഒന്ന് പറക്കിയിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇവിടുത്തെ കൊച്ചുമോന് പ്രൈസം മോന് ഈ വലിയ മീൻ്റെ കണ്ണ് ഇഷ്ടമാണ്, കണ്ണ് തിന്നെ. അപ്പോൾ ഞാൻ തലയെടുക്കുന്നത് ചോദിക്കും, മമ്മി ആങ്കൊണ്ടോ കണ്ണുണ്ടോ മമ്മി, കണ്ണുണ്ടോ മമ്മി എന്ന് ചോദിക്കും. വെട്ടി വരുമ്പം കുറച്ച് ഇച്ചിരിയൊക്കെ കറുപ്പുള്ള ഭാഗമുണ്ട്. അത് പക്ഷേ ഞാൻ ഈ കറിക്കകത്ത് എടുത്തില്ല, അതങ്ങനെ അങ്ങ് കളയുമായിരുന്നു. മീൻസ് ഒത്തിരി ഇട്ടാൽ നമുക്ക് അത് 1-2 ഇച്ചിരിച്ച ഉള്ളതിട്ട് ഞാൻ ഇട്ടു പീസ്, അത് കുഴപ്പമില്ല. പക്ഷേ ഒത്തിരി അങ്ങ് ബ്ലാക്ക് പോലുള്ളത്, ലിവറിൻ്റെ ഇതുപോലുള്ളത് ഞാൻ എടുത്തില്ല, അതങ്ങ് കളഞ്ഞു. അപ്പം ഞാനിനി ഇതൊന്ന് അടച്ച് വയ്ക്കട്ടെ. എന്നിട്ട് ഞാൻ ഇച്ചിരി നേരം പോയി അകത്തോട്ടൊന്ന് ഇരിക്കാൻ പോട്ടെ. ഒരു 15-20 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കിന് നമ്മുടെ മീനൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഒഴിച്ച് നമ്മുടെ അടിപൊളി മുള്ളും തലയും ഉള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.